ഞാൻ പ്രസിഡന്റ് ആയാൽ ഹമാസിനെ ചുട്ടുകരിക്കും. നിലവിലെ പ്രസിഡന്റ് ബൈഡൻ പാലസ്തീന് അനുകൂലം. എന്നെ ജയിപ്പിക്കൂ. 2000 പൗണ്ടിന്റെ ബോംബുകൾ ഗാസയിലിടാൻ ഞാൻ ഇസ്രായേലിന് നൽകും. അമേരിക്കയിൽ തരംഗമായി ഡൊണാൾഡ് ട്രംപ്. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിൽ ചേരിതിരിഞ്ഞുള്ള ഒരു പോരാട്ടത്തിലാണ്. ആരാണ് ഇസ്രായേലിനെതിരായിട്ടുള്ള ശക്തി, ആരാണ് ഹമാസിനെ സഹായിക്കുന്നത്, ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആരോപിക്കുന്നത് ജോ ബൈഡൻ ഇപ്പോൾ പലസ്തീൻ്റെ ഒരു ആളാണ്, പലസ്തീൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ നിൽക്കുന്ന ആളാണ്, ഇസ്രായേലിനെതിരായിട്ട് നിലകൊള്ളുന്നു, ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ ഈ ജോ ബൈഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോ ബൈഡൻ അല്ല, ഞാനായിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കി ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ വിജയിപ്പിക്കുമായിരുന്നു. ഈ യുദ്ധത്തിൽ ഇത്രമാത്രം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്, സങ്കീർണതകൾ ഉണ്ടാക്കുന്നത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് എന്ന് ഇപ്പോൾ ആരോപണം ഉയർത്തുകയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിശേഷം അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഈ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം നടത്തിയതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ജോ ബൈഡനെ വിമർശിച്ചുകൊണ്ട് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഇയാൾ അല്ലെങ്കിൽ ജോ ബൈഡൻ പലസ്തീനിയാണ്, പലസ്തീനിയെ പോലെ പെരുമാറുന്നു, ഹമാസിന്റെ അനുയായിയെ പോലെ പെരുമാറുന്നു, വിദേശ നയം കൈകാര്യം ചെയ്യുവാൻ ഇയാളെ കൊണ്ട്, അതായത് ബൈഡനെ കൊണ്ട് കഴിയില്ല, ബൈഡൻ സമ്പൂർണ്ണ പരാജയമാണ്, അവൻ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വളരെ സങ്കീർണമായിട്ട് പോവുകയാണ്, ജോ ബൈഡൻ ഒരു പലസ്തീനിയാണ്, അത്രമാത്രം ദുർബലനാണ്, ഇത്രമാത്രം ദുർബലനായ ഒരു പ്രസിഡന്റിനെ കണ്ടിട്ടില്ല എന്ന് ഇപ്പോൾ ട്രംപ് പറയുകയാണ്. ഇസ്രായേൽ ഉൾപ്പെടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയ നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടാണ് ബൈഡൻ സ്വീകരിക്കുന്നത്. ഇതാണ് ഈ സംവാദത്തിൽ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. അതേസമയം ബൈഡൻ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാൻ വലിയ കരാറുകളിൽ ഞാൻ ഒപ്പിട്ടു, വലിയ രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ബോർഡ് കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ G7 ഈ മീറ്റിങ്ങുകളിൽ നിന്നെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട സാരാംശം ഉൾക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും ഞാൻ നെതന്യാഹുവുമായിട്ട് സംസാരിച്ചു, യുദ്ധം ഉടൻ അവസാനിക്കും എന്നാണ് ബിഡൻ പറയുന്നത്. യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് ഹമാസ് മാത്രമാണ് എന്നാണ് ബൈഡൻ പറയുന്നത്. പക്ഷേ ഇതിനെ തിരിച്ചടി എന്നോണം രണ്ട് സ്ഥാനാർത്ഥികളും പരസ്പരം ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് പരസ്പരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നടത്തുന്ന വാഗ്വാദങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. ഇവരിൽ ഈ രണ്ടു പേരാണ് ഇനി അടുത്ത അമേരിക്കയുടെ 4 വർഷത്തെ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നത്. ബൈഡനെ വേണോ അതോ ഡൊണാൾഡ് ട്രംപിനെ വേണോ എന്ന് അമേരിക്കൻ ജനത തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പരസ്പരമുള്ള വാഗ്വാദങ്ങൾ, മുഖാമുഖമുള്ള സംവാദങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുകയായിരുന്നു ഇവർ. ബൈഡന് മറുപടിയായിട്ട് ട്രംപ് പറയുന്നത്, യുദ്ധം തുടരണം എന്നാഗ്രഹിക്കുന്നത് ലോകത്തിൽ ഒരേ ഒരാൾ മാത്രമാണ്, അത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. ജോ ബൈഡന്റെ തെറ്റായ നയങ്ങളാണ് യുദ്ധം തുടർന്നു പോകുന്നത്. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നില്ല, ഇസ്രായേൽ യുദ്ധം തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല, ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മാത്രമാണ് യുദ്ധത്തിന്റെ കാരണം, യുദ്ധം അവസാനിക്കാതെ ഇരിക്കാനുള്ള കാരണം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. ജോ ബൈഡൻ ആവശ്യമായിട്ടുള്ള യുദ്ധ സാമഗ്രികളും ആയുധങ്ങളും ഇസ്രായേലിന് കൊടുത്തിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു. ഇസ്രായേലിനെ ജോ ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല, അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ജോ ബൈഡൻ കൊടുക്കുന്നില്ല. ലോകം ആഗ്രഹിക്കുന്നത് എന്താണോ, ഈ യുദ്ധത്തിൽ ഹമാസിന്റെ പൂർണ്ണമായിട്ടുള്ള പരാജയം, അതിനു വേണ്ടിയിട്ട് ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതിൽ, ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ ജോ ബൈഡൻ തടസ്സമായി നിൽക്കുന്നു. അവനൊരു പലസ്തീനിയാണ്, പക്ഷേ പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ പലസ്തീനികൾ പോലും ഈ ജോ ബൈഡനെ എതിർക്കും. കാരണം
പലസ്തീനികളിൽ പോലും ഏറ്റവും ഭീരുവായിട്ടുള്ള ഏറ്റവും കഴിവില്ലാത്ത ഒരു പലസ്തീനി ആണ് ജോ ബൈഡൻ. ഇതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ജോ ബൈഡനെതിരെ അമേരിക്കന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ബൈഡനുമായിട്ടുള്ള സംവാദത്തിൽ ഒരു സുപ്രധാന ചോദ്യം ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചു. താങ്കൾ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുമോ? ഈ ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്കൊന്ന് കാണണം പലസ്തീൻ രാജ്യം ഉണ്ടാക്കുന്നത്, അതെങ്ങനെയൊന്ന് കാണണമല്ലോ എന്ന് പരിഹസിക്കുകയായിരുന്നു. എന്നാൽ താൻ പ്രസിഡന്റ് ആയാൽ സ്വതന്ത്ര പലസ്തീന് പകരം ഒരു അർദ്ധ പരമാധികാരവും നിരുപദ്രവപരവുമായിട്ടുള്ള അല്ലെങ്കിൽ സൈന്യമില്ലാത്ത ഒരു പലസ്തീന് സ്വന്തമായിട്ടുള്ള ഒരു സൈന്യമോ അല്ലെങ്കിൽ പോലീസോ ഉണ്ടാവുകയില്ല. ആ പലസ്തീൻ്റെ സൈന്യത്തിനെയും പോലീസിനെയും മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ നിയന്ത്രിക്കും. അത്തരം രീതിയിലുള്ള ഒരു അർദ്ധ സ്വതന്ത്ര പലസ്തീൻ ഉണ്ടാക്കാം എന്നുള്ള ഒരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന, ഇസ്രായേലിന്റെ സമാധാനത്തെ ഭംഗപ്പെടുത്താത്ത ഒരു പലസ്തീൻ അത്തരം രീതിയിലുള്ള ഒരു പലസ്തീൻ രൂപീകരിച്ച് സമാധാന പദ്ധതിയായിരിക്കും താൻ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ പലസ്തീനിൽ ഗാസയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇസ്രായേലിന് 2000 പൗണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എത്ര കിലോയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 2000 പൗണ്ട് ഭാരശേഷിയുള്ള ബോംബുകൾ എന്തുകൊണ്ടാണ് ജോ ബൈഡൻ കയറ്റി അയക്കാത്തത് എന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ സംവാദത്തിൽ മുഖത്തോട് മുഖം നോക്കി ജോ ബൈഡനോട് ചോദിച്ചു. അതിന് ജോ ബൈഡൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: 2000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ കൊടുത്താൽ ഇസ്രായേൽ സൈന്യം ഗാസയിലെ പല ഭാഗത്തും ആ ബോംബുകൾ പ്രയോഗിക്കും. അവ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കുവാനുള്ളതല്ല. ഒരുപാട് നിരപരാധികളെ നിലവിൽ തന്നെ ഇസ്രായേൽ കൊന്നൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 2000 പൗണ്ട് ശേഷിയുള്ള അമേരിക്കയുടെ ബോംബുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ ഇസ്രായേൽ ബോംബിടും. ലെബനോനിൽ ഹിസ്ബുള്ളയെ തകർക്കുവാൻ അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടും. അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള ബോംബുകൾ കൈമാറുന്നതിന് തൻ്റെ സർക്കാർ ഒരുക്കമല്ല. അതൊരു ആദർശപരവും ധാർമ്മികപരവുമായിട്ടുള്ള മനുഷ്യരാശിയെ സംരക്ഷിക്കുവാനും നിരപരാധികളെ സംരക്ഷിക്കുവാനും യുദ്ധത്തിലെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുവാനുമുള്ള തൻ്റെ സർക്കാരിൻ്റെ നിലപാടാണ് ഇസ്രായേലിന് 2000 പൗണ്ട് ഭാരശേഷിയുള്ള ബോംബുകൾ കൈമാറാതിരിക്കുന്നത്. തൻ്റെ ഭരണകൂടം ഇസ്രായേലിന് മറ്റെല്ലാ ആയുധങ്ങളും നൽകിയിട്ടുണ്ട് എന്നും ഏപ്രിൽ തന്നെ ജൂതരാഷ്ട്രത്തിന് എതിരായിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം തകർത്തിട്ടുണ്ട് എന്നും ജോ ബൈഡൻ ഇതിന് മറുപടി കൊടുത്തു. മാത്രമല്ല, ഡ്രോൺ ആക്രമണം തടയുന്നതിന് അന്താരാഷ്ട്ര ശ്രമത്തിലുള്ള നേതൃത്വം നൽകിയത് അമേരിക്കയാണ്. കടലിലൂടെ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണം തടയുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ലോകത്തെ മറ്റ് എല്ലാവരേക്കാളും ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് ബിഡൻ ഇപ്പോൾ മറുപടി പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ബോംബുകൾ എല്ലാം നൽകാനാവുകയില്ല. അത് മനുഷ്യരാശിയുടെ പ്രശ്നമാണ്, അത് ധാർമ്മികയുടെ വിഷയമാണ്. 2000 പൗണ്ട് ബോംബുകൾ കൊടുത്താൽ ഇസ്രായേൽ ഗാസയിലെ പല ഭാഗത്തും വെസ്റ്റ് ബാങ്കിലും എല്ലാം ബോംബിടുകയും പലസ്തീനുകളെ കൂട്ടമായിട്ട് കൊന്നെടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു നരഹത്യ എൻ്റെ ഗവൺമെന്റ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ബോംബുകൾ, ഇത്തരം രീതിയിലുള്ള വലിയ മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് കൊടുക്കാത്തതെന്ന് ജോ ബൈഡൻ ഇപ്പോൾ ട്രംപിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കൈവശം ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എത്തിയാൽ അത് അവർ പലസ്തീനെതിരെ ഉപയോഗിക്കും. മരണസംഖ്യ ക്രമാതീതമായിട്ട് വരും. ഒരിക്കൽ ഈ ആയുധം നൽകിയാൽ പിന്നീട് തിരിച്ചെടുക്കുവാനോ തിരികെ വിളിക്കുവാനോ ആകില്ല. 2000 പൗണ്ട് ബോംബുകൾ ഇത് വളരെ അപകടകാരിയാണ് എന്ന് ബിഡൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത് കൈമാറത്തത്. അമേരിക്കയെ സംബന്ധിക്കുന്നിടത്തോളം ബിൻ ലാദനെ പോലെ ഹമാസിനെ ഇല്ലാതാക്കും. ബിൻ ലാദനെ വധിച്ചപ്പോൾ ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല. പാകിസ്ഥാനിലെ ഒരു ജനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിട്ടില്ല. യുദ്ധം നീണ്ടാലും ഇസ്രായേൽ ലക്ഷ്യം കാണും. ഇസ്രായേലിനൊപ്പമാണ് അമേരിക്ക. ബിൻ ലാദനെ പോലെ ഹമാസിനെ ഇല്ലാതാക്കും എന്ന് കാത്തിരുന്ന് കാണുക എന്ന് ബിഡൻ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയുടെ വിദഗ്ധരെയും അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികളെയും ആളുകളെയും എല്ലാം അയച്ചിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും എന്ന് ബിഡൻ പറഞ്ഞു. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ചില ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ മാത്രമാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള തർക്കം. ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും ബിഡൻ വ്യക്തമാക്കി. എന്നാൽ ട്രംപ് ഇതിനെതിരെ ആഞ്ഞടിച്ചു. ഞാൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഇസ്രായേലിന് 2000 പൗണ്ട് ശേഷിയുള്ള മാരകമായിട്ടുള്ള ബോംബുകൾ കൈമാറും. അത് പലസ്തീനെയും അല്ലെങ്കിൽ ഹമാസിനെയും ആക്രമിക്കുവാനുള്ള ബോംബുകളാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും
വലിയ മാർഗം ഇസ്രായേലിനെ ആയുധക്കരുത്തിൽ പരിപൂർണ സമ്പൂർണ്ണ ശേഷിയുള്ളതാക്കുക. ഇതാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ട്രംപ് കുറച്ചും കൂടെ അപകടകരമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ട്രംപ് ഉന്നയിച്ചത്, എൻ്റെ ഭരണത്തിൽ ഇറാൻ്റെ സൈനിക ശേഷി ഞാൻ പൂർണ്ണമായിട്ടും തകർത്തിരുന്നു. ബൈഡൻ വന്നപ്പോൾ ഇറാൻ പന പോലെ വളരുകയാണ്. അവരുടെ എണ്ണ കയറ്റുമതി കൂടി, അവരുടെ ആയുധശേഷി വർദ്ധിച്ചു, സൈനിക ശേഷി വർദ്ധിച്ചു. ഇറാൻ്റെ പണവും ആയുധവുമാണ് ഹമാസിൻ്റെ പിന്നിൽ, ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാരുടെ പിന്നിൽ എന്ന് ട്രംപ് ബൈഡനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ബൈഡന്റെ കീഴിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ തഴച്ചു വളർന്നു. ഞാൻ ഇല്ലാതാക്കിയ ഭീകര സംഘടനകൾ ബൈഡന്റെ കീഴിൽ ജീവൻ വയ്ക്കുകയായിരുന്നു എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഹമാസിനെയും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിച്ചത് ഈ ബൈഡന്റെ ചുണയും നെറിയുമില്ലാത്ത നാണംകെട്ട നയങ്ങളാണ് എന്ന് ട്രംപ് തിരിച്ചടിച്ചു. കൂടാതെ 2017 വിർജീനിയയിലെ ഷാർലറ്റ്സ് വില്ലയിൽ നടന്ന മാരകമായ നാസി ആക്രമണത്തെ ചൊല്ലി ട്രംപും ബൈഡനും തമ്മിൽ മാരകമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടത്തി. രണ്ടുപേരും വലിയ വാഗ്വാദങ്ങൾ നടത്തി. മാർച്ചിൽ പങ്കെടുത്തവരിൽ നാസികളിൽ നല്ല ആളുകളുമുണ്ട് എന്ന് ബൈഡൻ പറഞ്ഞു. എന്നാൽ ഇത് ട്രംപ് പൊളിച്ചെടുക്കുകയായിരുന്നു. സ്വസ്തിക വെച്ചുകൊണ്ട് യഹൂദ വിരുദ്ധ യഹൂദരെ കൊന്നൊടുക്കാനുള്ള പിത്തരസം പാടിക്കൊണ്ട് വിളക്കുമേന്തി ജൂത രക്തത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്ന നാസികൾ നല്ലവരാണെന്ന് ഏത് അമേരിക്കൻ പ്രസിഡന്റാണ് പറയുക? ഇത് ബൈഡന്റെ വിവരക്കേടാണ്. നാസികളെ പോലും ഇപ്പോൾ ബൈഡൻ കണ്ടാൽ അറിയുകയില്ല, കണ്ടാൽ അറിയാത്ത പ്രായമായിരിക്കുന്നു എന്ന് ഏകദേശം 77 വയസ്സുള്ള 77-78 വയസ്സുള്ള ബൈഡനെ 81കാരനായിട്ടുള്ള ഇപ്പോൾ ട്രംപ് കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു പൊതുവികാരം അമേരിക്കൻ പ്രസിഡന്റായിട്ട് പുതിയതായിട്ട് വരുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഹമാസിന് പുതിയ ആയുധങ്ങൾ കൊടുക്കും. ഗാസയിൽ അല്ലെങ്കിൽ പലസ്തീനെ വലിയ തോതിലുള്ള ഒരു പിരിമുറുക്കത്തിലേക്കും അതുപോലെ വലിയ യുദ്ധത്തിലേക്കും കൊണ്ടുപോകും. പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ആശയം. അത് ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ നിരുപാധികം ഇല്ലാതാക്കി പൂർണ്ണമായിട്ടും പലസ്തീനെ കീഴ്പ്പെടുത്തി ഇസ്രായേലിന് വരുതിയിലാക്കുക എന്നുള്ള ഒരു നയമാണ്. മുമ്പേ തന്നെ ട്രംപ് മുസ്ലിം വിരുദ്ധനാണ്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ആക്രമണകാരിയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാനത്തിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ തിരികെ വിളിച്ചത്. എന്താണെങ്കിലും 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 5 നടക്കുന്നത്. 60ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഇസ്രായേലിലെ യുദ്ധത്തെ വെച്ച് പോരാടുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിലെ ജനസംഖ്യയിൽ വലിയ ഒരു വിഭാഗം ജൂതന്മാരാണ്. ജൂതന്മാരുടെ പിന്തുണ നേടിയെടുക്കുവാനുള്ള വലിയ നീക്കമാണ് ഇപ്പോൾ ഒരു ട്രിക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. എന്നെ പ്രസിഡന്റാക്കൂ, ഇസ്രായേലിന് 2000 പൗണ്ട് ആയുധം, 2000 പൗണ്ട് കിലോയുള്ള ബോംബുകൾ ഞാൻ കൊടുക്കും, എത്രയും പെട്ടെന്ന് ഹമാസിനെ ഞാൻ ഇല്ലായ്മ ചെയ്യും. എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ പ്രസിഡന്റായിട്ട് വരുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ലോകത്തിൽ പുതിയ മാറ്റിയെഴുത്തുകൾ, തിരുത്തുകൾ ഉണ്ടാവും. അമേരിക്കയുടെ മുൻകാല വലിയ സൈനിക ആക്രമണത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകും. വലിയ ഒരു വിപ്ലവത്തിലേക്ക് തന്നെ ലോകത്തെ മാറ്റിമറിക്കും എന്നത് തന്നെ ഒരു വസ്തുതയാണ്. ഇസ്രായേൽ യുദ്ധത്തിലും വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.